ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് എണ്ണയിലും എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ട ആവശ്യങ്ങൾ ആദ്യം തന്നെ ചിക്കൻ കൊണ്ടുവന്നാൽ ചിക്കൻ ഒരു മണമില്ലേ, ആ മണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു തൊലിയില്ലേ, അത് കളയാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഇത് കൊണ്ടുവന്നത് ഇങ്ങനെ ഇത് കൊണ്ടുവന്നാൽ ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് നമ്മളൊരു ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കണം. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ അതങ്ങ് ഊരിപ്പോരും. പിന്നെ രണ്ടൂന്ന് വട്ടം നല്ലതുപോലെ കഴുകിയാൽ നമുക്ക് ഇത് നല്ല വൃത്തിക്ക് കിട്ടും. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ മഞ്ഞ കളറുണ്ട് ഇതിന്, അത് കുഴപ്പമില്ല, നമ്മൾ ഏതായാലും മഞ്ഞൾ ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം എനിക്കിത് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം, മസാല പുരട്ടി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇത് ഞാൻ ചേർക്കുകയാണ്. ഒരു സ്പൂൺ ഇത് ചേർത്തു. പിന്നെ ഇനി നമുക്ക് ചേർക്കണം ഉപ്പ് ഒരു സ്പൂണ് ചേർക്കുകയാണ്. ഉപ്പ് ഒരു സ്പൂണ് ചേർത്ത് ഞാൻ. ഇനി മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ഇതിന് കളറുണ്ട്, എന്നാലും നമുക്ക് ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു രണ്ട് സ്പൂണ് ഞാൻ ചേർക്കുകയാണ്. ഒന്ന് ചെറിയ സ്പൂണാണ് എൻ്റേത്, അപ്പം 2 സ്പൂണ് മല്ലിപ്പൊടി. ഇത് ചിക്കന് 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 2 തരത്തിലുള്ള മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുറച്ച് എരിവായിട്ട് വേണമല്ലോ, അപ്പൊ ഞാൻ ഇത് ഒരു നിറച്ചില്ല, വളരെ കുറച്ചായിട്ട് ഇതിട്ടു. എരിവുള്ള മുളകാണ് ഇത് എരിവില്ലാത്ത മുളകാണ്, കശ്മീരി ചില്ലി പൗഡർ. അപ്പം ഞാൻ ഇത് ഞാൻ 1 സ്പൂൺ അങ്ങ് ഇടുകയാണ്. പക്ഷേ ഇത് നമുക്ക് സ്പൈസി ആയിട്ടല്ലേ നല്ലത്, അപ്പം ഞാൻ ഒരു ശകലം കൂടെ എരിവുള്ളതിൻ്റെ അങ്ങ് ഇട്ടേക്കാം. ഇത് കേട്ടോ, ഞാൻ ഇത്രയും ഇത് രണ്ടിൻ്റെയും ഇത് എരിവില്ലാത്ത മുളക് ഒരു സ്പൂണും മറ്റേത് അര സ്പൂണും ഇട്ടാലും മതി. ഓക്കെ, ഇനി നമുക്ക് ചേർക്കണം 1 സ്പൂണ് ഇത് തൈര് കണ്ടോ, ഇത് തൈരിൻ്റെ ഞാൻ ഓക്കെ, ഇത് കണ്ടോ, വെള്ളം കണ്ടോ, ഇവിടെ വരെ ഇത് എൻ്റെ ഈ തൈര് നമുക്ക് വെള്ളം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത് തൈര് ഇതിനകത്ത്. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം ഞാൻ ഇത് 1 സ്പൂൺ അങ്ങ് ചേർക്കുകയാണ്. ഇതൊരു ക്രീം പോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണം ഇത് സോയാ സോസാണ്. ഇത് സോയാ സോസിൻ്റെ ഞാൻ ഇതിനകത്ത് ഒരു അര സ്പൂൺ ഒഴിക്കുകയാണ്. ഇത് കണ്ടോ, ഈ അര സ്പൂണാണ്, ഇത്ര ഇതിനകത്ത് ഒഴിച്ചു. 1 സ്പൂൺ ഒഴിക്കാം നമുക്ക്. പിന്നെ ഇത് വിനീഗറാണ്. വിനീഗർ ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, ഒരു ശകലമേ. അപ്പം ഞാൻ ഇത് ഒരു ശകലം ഒഴിക്കുക, അര സ്പൂണ്, അര സ്പൂണേ ഇതും ചേർത്ത്. ഇനി നമുക്കിതങ്ങ് ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഞാൻ പറയാം. ഇത് ഗരം മസാലയാണ്, ഇത് ഞാൻ പൊടിച്ചതാണ്. ഇതിനകത്ത് ഞാൻ ചെറിയ ഏലക്ക, വലിയ ഏലക്ക, പിന്നെന്താ സിന്നമൺ, ഗ്രാമ്പൂ, പിന്നെന്തുവാ സാധനം ഇട്ടിരുന്നത്, ജീരകം ഒരു ശകലം, പിന്നെ പെരുംജീരകം, പിന്നെ ജാതിക്കയുടെ കുരുവിൻ്റെ പുറത്തൊരു തൊലിയില്ലേ, അതുകൊണ്ട് കേട്ടോ. അത്രയും സാധനം വെച്ചാണ്. കുരുമുളകും ഉണ്ട്, ഇത്രയും സാധനം വെച്ച് പൊടിച്ചതാണ് ഞാൻ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ശകലം, ഒത്തിരി വേണ്ട, ഇത് നല്ലപോലെ ഇതിൻ്റെ ഏലക്കയുടെ തൊലിയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ, അത് സാരമില്ല. ഇത് ഞാൻ ഇത്രയായിട്ട് ഇടുവാണ്, ഇത് ഒത്തിരി വേണ്ട. അപ്പം നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം. ഇതിനകത്ത് എണ്ണ, ഇത് കടുകെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത്. ഈ എണ്ണ ഒരു ശകലം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊരു ചെറിയ തവി പോലെയില്ലേ, തവിക്ക് ഒരു അര തവി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി.
പിന്നെ ഒരു സാധനം കൂടെ വേണം, അതിലും ഒരു മുട്ടയാണ് കേട്ടോ, കുറച്ച് മുട്ട അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാൽ മതി. ഒരു ശകലം, ഒരു സ്പൂണോളം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇതിനകത്ത് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുവേ. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അരമണിക്കൂറത്തേനും ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ എന്തോരം ഒഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എണ്ണ വളരെ കുറച്ച് ഒഴിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ മുട്ടയും കൂടെ ചേർത്തിട്ട് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്തു, അരമണിക്കൂറായേ. അതെടുത്തിട്ട് അപ്പം നമ്മളിവിടെ എണ്ണ വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു ചെറിയ തവിക്ക് അരത്തവി എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. വളരെ കുറച്ചാണ് എണ്ണയിൽ. ഈ എണ്ണയിൽ നമ്മൾ കോഴി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇത് കടുകെണ്ണ ആയതുകൊണ്ട് ഇതിന് ഇച്ചിരി പത വരുമല്ലോ, അതങ്ങനെയാണ്. അപ്പം ഇതിവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ടിടാം. ഇട്ടിട്ട് ഇളക്കത്തില്ല. കുറച്ച് നേരം നമ്മളങ്ങ് അടച്ചു വയ്ക്കും. കാരണം അതിൻ്റെ മസാല അതിൽ തന്നെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ കോഴി ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് മിക്സ് ചെയ്യാമേ. അപ്പോൾ ഇത് അടച്ചു വയ്ക്കും. ചിക്കൻ ഇവിടെ 5 മിനിറ്റ് ആയ. ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പം നമുക്കൊന്ന് ആദ്യം ഒരു ഇളക്കി കൊടുക്കാം. നമുക്ക് പതുക്കെ ഇതിനെ ഇളക്കി കൊടുക്കാം. ഇത് മസാലയെല്ലാം ഒന്ന് പിടിച്ച് നല്ലതുപോലെ, ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കും. അതേ ഒരു തരമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോഴേ ഇത് ചിക്കൻ ഇങ്ങനെ ഇരുന്നിരുന്ന് വേഗം കേട്ടോ. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. വെള്ളം വേണ്ടത് ഉണ്ട്. ഇതിനകത്ത് വെള്ളമുണ്ട്. ഇത് ചിക്കൻ വേകുന്നതനുസരിച്ച് വെള്ളം പറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം വെള്ളം പറ്റി ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് നിൽക്കുക. ഒരു കളറും നല്ലൊരു കളർ വരും കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്കിതിനകത്ത് അടച്ചു വെച്ച് വെള്ളം ചെയ്യാം. ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ 2-3 വട്ടം ഇളക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് തുറന്ന് വെക്കാം. ചിക്കൻ ഇടയ്ക്ക് വിണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിത് തുറന്നങ്ങ് വേവിക്കാം. ഇനിയിപ്പം നമുക്ക് അടച്ച് വെക്കേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ഇനി കളർ ചേഞ്ച് ആവുക, ഫ്രൈ ആവുന്നതിൻ്റെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതുക്കെ ഇളക്കാവുള്ളൂ, വിണ്ടു പോകാതിരിക്കുന്ന പോലെ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് തന്നെ വെന്തോളൂ. ഇങ്ങനെ തന്നെ. ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് വെള്ളം ഓൾമോസ്റ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ശകലം ഗ്യാസ് കൂട്ടി വെച്ച്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഇവിടെ വേകുന്നെന്ന് നമുക്ക് വിണ്ട് വരുമ്പം മനസ്സിലാവുമല്ലോ വേകുമെന്ന്. അപ്പം ഇനിയിപ്പം ഇതിന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ എണ്ണ തന്നെ വന്നു കഴിയുമ്പം പിന്നെ മുട്ട ഇടണമെന്നോ പിന്നെ അരിപ്പൊടി ഇടണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒന്നുകിലും മുട്ടയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇടാമെന്ന്. രണ്ടും ഇട്ടില്ലെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഗരം മസാലപ്പൊടി ഒരു ശകലം ഇട്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് ചേർത്ത് നമുക്കിങ്ങനെ വയ്ക്കാം. ഓക്കെ. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പൊടിഞ്ഞ് വരുന്നത് പോലെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി വെക്കുവാണ്.